സമയം വ്യാഴാഴ്ച രാവിലെ 9:45. കണ്ണൂരിൽ നിന്ന് പുതിയ തെരുവിലേക്കുള്ള യാത്ര. ഇതാണ് നിലവിൽ പുതിയ തെരുവ് ഭാഗത്തേക്കുള്ള അവസ്ഥ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇത്തരമൊരു കാഴ്ച ഇവിടെ സ്വപ്നത്തിൽ മാത്രം. ഞാൻ 30 കൊല്ലമായി ഈ പുതിയ തെരുവിൽ. എല്ലാ ദിവസവും രാത്രി 9 മണി 9:30 കട പൂട്ടിയ കീച്ചേരി എത്താൻ 1 മണിക്കൂറാണ്, ചിലപ്പോൾ 1.5 മണിക്കൂർ. ഇന്നത് 10 മിനിറ്റ് 1/4 മണിക്കൂർ കൊണ്ട് ഞാൻ വീട്ടിലെത്തുന്നു. അതിന് ഈ MLA യോട് അഭിനന്ദൻ. നല്ല വലിയ മാറ്റമാണ്. വലിയ മാറ്റം, വലിയ ഇതുവരെ ആരും ചെയ്യാത്ത അതുപോലെ തന്നെ പുതിയൊരു ഏത് ദിവസം നോക്കിയാലും നിറഞ്ഞു നിൽക്കല വാഹനങ്ങൾ. ഇപ്പോൾ ഒന്നുമില്ല, നല്ല സ്മാർട്ടായി, നല്ല ഉഷാറായി. അതിന് ഈ MLAക്ക് അഭിനന്ദനം. ബ്ലോക്ക് വളരെയധികം കുറച്ചിട്ടുണ്ട്. ഇപ്പം ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബ്ലോക്ക് ഏറ്റവും നല്ലത്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ചില കച്ചവടക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡിവൈഡർ എടുക്കണം എന്നുള്ള ആവശ്യമാണ്. ഡിവൈഡർ എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് പിന്നെയും വരും. പിന്നെ ചെറിയ ഡിവൈഡർ അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. പുതിയൊരു ഇപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ വികസനം വേണം, എന്നാൽ റോഡ് വികസിക്കണം, റോഡ് വീതി വേണം, എന്നാലേ പുതിയൊരു രക്ഷപ്പെടുള്ളൂ. അല്ലാണ്ട് ഈ പുതിയൊരു ബിസിനസ് കൂടണമെങ്കിൽ ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണ്ടേ? വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണമെങ്കിൽ റോഡ് വികസിക്കണം. റോഡ് വികസനം ഇവിടെയുള്ള പുതിയൊരു ഒരു വികസനത്തിന് പുതിയൊരു പിന്നെ രക്ഷപ്പെടണമെങ്കിൽ റോഡ് വികസനം, അതിനൊരു ശാശ്വത പരിഹാരം, പാർക്കിംഗ് സൗകര്യം വേണം. അതിനൊരു ശാശ്വത പരിഹാരമാണ് ഇവിടെ കാണേണ്ടത്. അല്ലാണ്ട് ഇത് ചെറിയ കാര്യത്തിനൊന്നും സമരം ചെയ്തിട്ടൊരു കാര്യമില്ല. കച്ചവടക്കാരന് ഇതിന് നഷ്ടമേ ഉള്ളൂ. കച്ചവടക്കാരന് ഇവിടെ തീരെ കച്ചവടമില്ല, അത് പ്രശ്നമാണ്. അതിനൊന്നും ഇവിടെ വികസനം തന്നെ വരണം. പഴയ കെട്ടിടങ്ങളൊക്കെ പ്രശ്നങ്ങളാണോ? പഴയ കെട്ടിടങ്ങൾ പൊളിയാണ്ട് ഇപ്പോൾ വികസനം വരുമല്ലോ. പഴയ കെട്ടിടങ്ങൾ പോയി പുതിയ കെട്ടിടങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെയല്ലേ ടൗണ് വികസിക്കുന്നത്. അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ഇത് ഇങ്ങനെ സമരം ചെയ്ത് വെറുതെ കച്ചവടക്കാരൻ്റെ സമയം കളയലാണ്. അതുകൊണ്ടാണോ, അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ കട തുറന്നത്? യാതൊരു സംശയമില്ല, അതുകൊണ്ടാണ് ഞാൻ കട തുറക്കുന്നത്. ഇപ്പോൾ സമയം രാവിലെ 10:30. പുതിയ തെരു ടൗൺ കഴിഞ്ഞ 3 മാസം മുമ്പ് നമ്മൾ ഇതുപോലെ കണ്ടിരുന്നില്ല. ഗതാഗത കുരുക്കിലമർന്ന് റെഡ് സോണിൽപ്പെട്ട പുതിയ തെരു ടൗണാണ് പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്നത്. ആ കുരുക്കഴിച്ചത് 3 മാസം മുമ്പ് നടപ്പാക്കിയ പരിഷ്കാരമാണ്. ആ പരിഷ്കാരം പൂർണ്ണതോതിൽ ജനങ്ങൾ അംഗീകരിക്കുകയാണ്. വ്യാപാരികൾ പക്ഷേ ഇതിനെതിരെ രംഗത്തു വരുന്നുണ്ട്. ഈ കാര്യത്തിൽ പരിഷ്കരണം നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകിയ MLA അടക്കമുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പുതിയ തെരുവിലെ ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാടിൽ തന്നെയാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ MLAയും ഒക്കെ ഉള്ളത്. ഇവിടുത്തെ ഗതാഗത കുരുക്കഴിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുമില്ല. നമ്മളോടൊപ്പം MLA KV സുമേഷ് തന്നെ ചേരുകയാണ്. ഇന്ന് കടകളൊക്കെ അടച്ച് വലിയ തോതിലുള്ളൊരു പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. ഒരു രാഷ്ട്രീയം ഇതിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും പുതിയ തെരുവിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വിഭാഗം സംരക്ഷണ സമിതി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തികഞ്ഞ രാഷ്ട്രീയമായ ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പരിഷ്കാരം ബഹുമാനായ മനോജന് പറഞ്ഞ പോലെ ഭൂരിപക്ഷം ജനങ്ങളും എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു പരിഷ്കാരമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, എന്നാൽ വ്യാപാരികൾക്ക് വലിയ ദ്രോഹമില്ലാത്ത, അല്പം ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ള ഒരു പരിഷ്കാരമാണ്. ആ പരിഷ്കാരം നമ്മുടെ ജില്ലയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഗുണം ചെയ്തൊരു വലിയ പരിഷ്കാരത്തെ രാഷ്ട്രീയ കുടില ബുദ്ധിയോടെ ഇല്ലാതാക്കാനുള്ള ഒരു വിഭാഗം ചുരുക്കം ചില വ്യാപാര സംരക്ഷണ സമിതി നേതാക്കന്മാരുടെ ആലോചനയാണ്. വളരെ എക്സ്ട്രീം സ്റ്റെപ്പായ ഒരു കടമുടക്ക് സമരത്തിലേക്ക് ഒരു വ്യാപാരിയെ നയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീം സ്റ്റെപ്പായ ഒരു ഘട്ടത്തിലാണ് ആലോചിക്കേണ്ടത്. പക്ഷേ വളരെ ലാഘവബുദ്ധിയോടെ ഈ പരിഷ്കാരത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയൊരു നീക്കമാണ്. പക്ഷെ പുതിയൊരു ഇന്നുണ്ടായ കാര്യം എന്താ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുതിയൊരു മാർക്കറ്റ് ഉൾപ്പെടെ വളരെ ലൈവായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇത് കാണിക്കുന്നത് എന്താ? ഇത് കാണിക്കുന്നത് ഇവരുടെ ഈ നിലപാടിനെതിരാണ്. ഏതാണ്ട് 50% കടകൾ ഇപ്പം തന്നെ ഈ പുതിയൊരു തുറന്നു കഴിഞ്ഞു. സാധാരണ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഇവിടെ ഹൈവേ ജംഗ്ഷൻ മുതൽ നമ്മളെ പള്ളിക്കുളം വരെ എടുത്താൽ 50% കടകൾ തുറന്നു കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് ഇവരുടെ ഈ തെറ്റായ നിലപാടിനെതിരാണ്. ഈ പരിഷ്കാരത്തിൻ്റെ കൂടെയാണ് ബഹുമാന്യരായ വ്യാപാരികളെന്നാണ്. ഈ
വലിയ തോതിൽ നമ്മളിപ്പോൾ കണ്ടു. ഈ രാവിലെ 10 മണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2-3 മാസം മുമ്പ് വരെ ഒരു വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും അത് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഇവരോട് ഞങ്ങൾ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം സംരക്ഷണ സമിതി നേതാക്കന്മാരുമായി ചർച്ച നടത്തിയാണ്. പ്രിയപ്പെട്ട മനോജ്, ഇതിൻ്റെ പ്രശ്നം ഇത് താൽക്കാലിക പരിഷ്കാരമായിട്ടാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം, കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, RTO ഇവരെല്ലാം ചേർന്ന് ഏതാണ്ട് 2 മാസം നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാര്യം ആലോചിച്ചത്. നാഷണൽ ഹൈവേ വരുന്നത് വരെയുള്ള, നാഷണൽ ഹൈവേ ലോഞ്ച് ചെയ്യുന്നത് വരെയുള്ള ഒരു താൽക്കാലിക പരിഷ്കാരമാണിത്. നാഷണൽ ഹൈവേ വന്നാൽ 40% വാഹനങ്ങളുടെ കുറവുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ പുതിയൊരു ഗതാഗത കുരുക്കില്ലെങ്കിൽ പൂർണ്ണമായി ഇത് എടുത്തു മാറ്റാം എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞതാണ്. അടുത്ത ഒരു നവംബർ ഡിസംബറോടുകൂടി നാഷണൽ ഹൈവേ ലോഞ്ച് ചെയ്യും. അപ്പോൾ ഒരു ടെമ്പററി പരിഷ്കാരത്തിന് അവരുടെ പ്രധാന ഡിമാൻഡ് പെർമനൻറ്റ് ഡിവൈഡർ വേണമെന്നാണ്. എത്ര അപരിഷ്കൃതമായൊരു നിലപാടാണ് നിങ്ങൾ നോക്കൂ. പുതിയൊരുവിൽ പെർമനൻറ്റ് ഡിവൈഡർ വേണോ എന്നത് ഈ അന്തിമമായി നാഷണൽ ഹൈവേ ലോഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. ബസ് വേ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. KCBയുടെ നേതൃത്വത്തിൽ അതിൻ്റെ വലിയ NHAയിലെ ട്രാൻസ്ഫോമറാണ്, അത് മാറ്റാനുള്ള കാര്യങ്ങൾ അവർ പ്രപ്പോസലൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇവരാവശ്യപ്പെട്ട സ്ഥലത്ത് 2 സീബ്ര ലൈൻ വേണമെന്ന് പറഞ്ഞു, 3 സീബ്ര ലൈൻ ഇപ്പോൾ മാഗ്നറ്റ് വരെയുള്ള സ്ഥലത്ത് വരച്ചു. ക്രോസിംഗ് പോയിന്റുകൾ വേണമെന്ന് പറഞ്ഞു, 4 ക്രോസിംഗ് പോയിന്റുകൾ, അങ്ങനെ 7 ക്രോസിംഗ് പോയിന്റുകൾ ഈ 100 മീറ്ററിനടുത്ത് കൊടുത്തു. യഥാർത്ഥത്തിൽ അതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എതിരാണ്, റോഡ് സേഫ്റ്റി അതോറിറ്റി എതിരാണ്. 100 മീറ്ററിനുള്ളിൽ 3 ക്രോസിംഗ് ഒന്നും, ആ 7 ക്രോസിംഗ് കൊടുക്കാൻ പറ്റില്ല. വ്യാപാര സൗഹൃദമായി ചെയ്യാനാണ് ഞങ്ങൾ പൂർണ്ണമായും ശ്രമിച്ചത്. പക്ഷെ ഒരു ചുരുക്കം ചിലർ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു വഴിയിലേക്ക്, ബഹുമാനനായി അങ്ങ് സൂചിപ്പിച്ച പോലെ ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഇതിലൊരു ഘട്ടത്തിൽ രാഷ്ട്രീയം കണ്ടില്ല. രാഷ്ട്രീയമായത് വേർതിരിക്കാനേ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉൾപ്പെടെ ആദ്യം പറഞ്ഞ പോലെ ഇതിലേക്ക് കടന്നു പോകുന്ന ഏതൊരാൾക്കും 2.25 മണിക്കൂർ പുതിയൊരു ടൗൺ ബ്ലോക്ക് ആയിട്ടുണ്ട്. പുതിയൊരു ടൗൺ ദുർബലമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിക്കുമ്പോൾ വർഷങ്ങളായി തുടരുന്ന ഈ ഗതാഗത കുരുക്ക്, ഒരു വാഹനം നിർത്തി സാധനം വാങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ പുതിയൊരുവിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിഷ്കാരത്തെ, സിറ്റി റോഡ് ഡെവലപ്മെൻറ്റിനെതിരെ ഇതേ വിഭാഗം കേസിന് പോയി തടസ്സപ്പെടുത്തി. ഞങ്ങൾ അതിനോടൊന്നും പ്രതികരിച്ചില്ല. വ്യാപാരികളുടെ അവകാശമാണ്, അവർ കേസിൽ പോയി തടസ്സപ്പെടും. റോഡ് വീതി കൂട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്നാൽ ലൈറ്റായിട്ടുള്ള ഒരു പരിഷ്കാരം ചെയ്ത് സഹായിക്കാൻ ജനങ്ങളെ, അതിനും ഞങ്ങൾ അനുവദിക്കില്ല. എന്തൊരു രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കടമുടക്കം പ്രഖ്യാപിച്ചത്. പക്ഷേ ബഹുമാന്യരായിട്ടുള്ള പുതിയൊരുവിലെ വ്യാപാരികൾ ആ കടമുടക്കത്തെ ഇന്ന് പൊളിച്ചിരിക്കുകയാണ്. അവർ അതിനെതിരായ നിലപാടാണ് ഇന്ന് പുതിയൊരുവിൽ സ്വീകരിച്ചത്. അതായത് ഈ പുതിയ തെരുവിലെ ഈ ഗതാഗത കുരുക്ക് അഴിക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും പണ്ട് മുതലേ നടന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് പ്രാവർത്തികമായിരുന്നില്ല. ഇപ്പോഴത് പ്രാവർത്തികമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം MLAക്കും അല്ലെങ്കിൽ അതിൻ്റെ അതോടൊപ്പം ചെയ്യുന്ന കക്ഷികൾക്കൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു ഭയമാണോ ഇത്തരം നീക്കങ്ങൾക്കൊക്കെ പിന്നിലെന്ന് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ആ അർത്ഥത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വ്യക്തിപരമായി നമ്മളെ ഒരു മോശമായി ചിത്രീകരിക്കുക. ഞാൻ ഒരു ഘട്ടത്തിലും, നിങ്ങൾ കണ്ണൂർ വിഷൻ, കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ, ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. ഇതെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ട്, മെമ്പർമാരുണ്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആളുകളുണ്ട്, ജില്ലാ ഭരണകൂടം, കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, RTO ഇവരെല്ലാം ചേർന്ന് നടത്തിയ ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ജനപ്രതി എന്ന നിലയിൽ. മനോജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികളുണ്ട്. സ്കൂളിൽ സമയത്ത് എത്താൻ കഴിയാതെ ഒരു ദിവസം കഴിഞ്ഞ 1.25 മണിക്കൂർ ബ്ലോക്കായ ദിവസം ഒരു 9:15 ബ്രിഡൻ കോളേജിൽ പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു പയ്യൻ ആ ചിറക്കൽ സർവീസ് എന്ന ബാങ്കിൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ട് അയാൾക്ക് അറിഞ്ഞൂടാ. MLA ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഇന്നത്തെ പരീക്ഷ എഴുതാനുള്ള അവസരം പോയി. ഞാൻ ആലക്കോട് നിന്ന് വരുന്നതാണ്, രാവിലെ 6:45 പുറപ്പെട്ടതാണ്. ഈ ബ്ലോക്കിൽ, വളപട്ടണം പാലുള്ള ബ്ലോക്കിൽ ഞാൻ കുരുങ്ങി. നമ്മളെല്ലാവരും ഒരു ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമല്ല. അതിൽ രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം കണ്ടിട്ടാണോ? ഒരു രാഷ്ട്രീയ നിലപാടും നമ്മൾ ഇതിൻ്റെ ഭാഗമായി കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ നേട്ടം എന്തോ പഞ്ചായത്തിന്, MLAയ്ക്കൊക്കെ ലഭ്യമാവുന്നു എന്നുള്ള ഒരു ബുദ്ധിയുടെ ഭാഗമാണ്. അല്ല, ഞങ്ങളാരും ഇതങ്ങനെ അവകാശപ്പെട്ടില്ല. ഈ പരിഷ്കാരത്തിൻ്റെ വിജയം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, ഏതെങ്കിലും ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാവണം ഇതിനെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നതാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തോടും ജനപ്രതിനിധികളോടും എല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഇതിൽ രാഷ്ട്രീയം കാണരുത്. ഇത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു താൽക്കാലിക ഗതാഗത പരിഷ്കാരമാണ്. ഈ പരിഷ്കാരവുമായി സഹകരിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ എല്ലാവരോടും നടത്തുന്നത്. എന്തായാലും ഈ പരിഷ്കരണങ്ങളൊക്കെ പുതിയ തെരുവിലെ ജനങ്ങളെ അല്ലെങ്കിൽ വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് എന്താ നിങ്ങൾ ഈ സമരത്തിനിടയിലും ഇത് തുറക്കാനുണ്ടായ ഒരു കാരണം എന്താണ്?
നമ്മൾ തുറക്കാനുള്ള കാരണം നമ്മളെല്ലാവരും കൂട്ടമായ തീരുമാനമാണ്. ഈ പഞ്ചായത്തിൻ്റെ ഈ ബിൽഡിങ്ങിലുള്ള മുഴുവൻ ആളുകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കാമെന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുറന്ന് പ്രവർത്തിച്ചത്. ഇപ്പോഴത്തെ ബ്ലോക്കിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ബ്ലോക്ക് ഉണ്ടോ പുതിയ തെരുവ്? പുതിയ തെരുവിൽ സാധാരണ രീതിയിൽ മുന്നേ ഉണ്ടായ രീതിയിലുള്ള ബ്ലോക്കില്ല. ബ്ലോക്കെല്ലാം വളരെ കുറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പരിഷ്കരണത്തെ അനുകൂലിക്കുകയാണ്? പരിഷ്കരണത്തെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. വീടിൻ്റെ അവസ്ഥ ഇപ്പം ബ്ലോക്ക് പൂർണ്ണമായിട്ടും കുറവ് തന്നെയാണുള്ളത്. ഇപ്പോൾ കുറവ് തന്നെയാണ്, ഇപ്പോൾ കുറവായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ പരിഷ്കരണം അത് തുടരണം എന്ന് പറയുന്ന ആളുകളും ധാരാളമായി ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ആണല്ലോ സ്ഥിരമായി ഇവിടെ ഉള്ള ആളുകൾ, ഇവിടുത്തെ ബ്ലോക്കുകളൊക്കെ കാണുന്ന ആളുകൾ, ഒരവസ്ഥ, ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എല്ലാവരും എന്താണ് പറയുന്നത്? ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും ഇത് പോസിറ്റീവായി അവരെടുത്തു കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലഘട്ടമായി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ ഇവിടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. കണ്ണൂർ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 9 മണിക്ക് ഇറങ്ങേണ്ട ആൾ 8 മണിക്ക് ഇറങ്ങി 10 മണിക്ക് ഓഫീസിലെത്താൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സൈലൻ്റായി കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഒരു വലിയ പോസിറ്റീവായ ഒരു സാധനത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയപരമായി ഒരു നാടകം മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പലരും ഏറ്റെടുത്ത് കഴിഞ്ഞു. ബസ് സ്റ്റോപ്പുകൾ വേണമെന്ന് പറഞ്ഞു, ബസ് സ്റ്റോപ്പുകൾ കൊടുത്തു. തീർച്ചയായും ഹൈവേക്കുള്ള ബസ് സ്റ്റോപ്പിനെക്കാട്ടിയും എളുപ്പത്തിൽ നമ്മൾ വീണ്ടും വേറൊരു ബസ് സ്റ്റോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ചെറിയ കാര്യങ്ങളാണ് അവർ നമ്മൾ മുമ്പോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ബസ് വേ വേണമെന്ന് പറഞ്ഞു. ബസ് വേൻ്റെ എല്ലാ ഘട്ടത്തിലുമുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. KSEBI ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റ് മാറ്റലാണ് നമുക്ക് അവസാനമായി നമ്മൾ മുമ്പിലുണ്ടായിരുന്നത്. അതിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട്. തീർച്ചയായും ഇത് വലിയ പോസിറ്റീവായി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ച് ഇത് ഏറ്റവും നല്ല കാര്യമാണെന്ന് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ തീർച്ചയായും തളിപ്പറമ്പ് പോകുന്ന ഒരാൾക്ക് അപ്പുറം കടന്ന് ബസ്സിന് പോവാം. അല്ലെങ്കിൽ മയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് തളിപ്പറമ്പേക്കാൾ പോകണമെങ്കിൽ അവിടുന്ന് ബസ് ഇറങ്ങി മാഗ്നറ്റിന് മുമ്പിൽ ബസ് ഇറങ്ങിയാൽ ഓപ്പോസിറ്റ് കടന്ന് തളിപ്പറമ്പേക്ക് ബസ് പോവാം. അത്രയും എളുപ്പം. പണ്ട് ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൈവേക്ക് വരണം ബസ് കയറണമെങ്കിൽ. അതിനെല്ലാം മാറ്റം കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ പോയിൻറ്റ്സും എടുത്തുകൊണ്ടാണ് ഈ പരിഷ്കരണത്തിന് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ പരിഷ്കരണം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പരിഷ്കരണം വന്നതിന് ശേഷം ബ്ലോക്ക് തീരെയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ചില ബസ്സുകൾ കരുതി കൂട്ടി റോഡിൻ്റെ മധ്യത്തിൽ തന്നെ നിർത്തിയിട്ട് ബാക്കിലെ ബസ്സെല്ലാം ബ്ലോക്കാകുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 72 വർഷമായി കാണുന്നത്. 72 വർഷത്തിനിടയിൽ ഈ പുതിയ തെരുവിൽ ഈ പരിഷ്കരണം നടപ്പാക്കിയതിന് മുമ്പുള്ള പുതിയ തെരുവും അതിനുശേഷമുള്ള പുതിയ തെരുവിനെ എങ്ങനെ വിലയിരുത്തും? വ്യത്യാസമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്തും മറ്റ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ട്. അതിൽ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരം, വികസനം എന്നതിൽ മുഖ്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ബ്ലോക്കിൻ്റെ അവസ്ഥ കുറച്ച് പരിഹാരമുണ്ട്. പരിഷ്കരണത്തിന് നമ്മൾ നല്ല രീതിയിലാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് ബസ്സിന് പോകുന്നവർക്ക് ഒരു മര്യാദയ്ക്കുള്ള സമയത്ത് എത്താണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ അത് വളരെ സന്തോഷമാണ്. ബ്ലോക്കില്ലാണ്ട് പോകാണ്ടി പറ്റുന്നത് വളരെ സന്തോഷമാണ്. നടപ്പാക്കിയത് നല്ല തന്നെയാണ്. പക്ഷേ പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. MLA, ഈ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം, ഈ പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. പുതിയ തെരുവ് രക്ഷപ്പെടണമെങ്കിൽ വാഹനത്തിന് പാർക്കിങ്ങിനൊരു സംവിധാനം വേണം. നിശ്ചയമായി വേണം. അത് ഞങ്ങളതാണ് പറയുന്നത്. പുതിയ തെരുവിലെ ഇപ്പോഴുള്ള വ്യാപാരത്തിലെ കുറവിൻ്റെ പ്രധാനപ്പെട്ട കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്ത ആളുകൾക്ക് സാധനം വാങ്ങാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ ഇവരോടൊക്കെ നേരത്തെ പറയുന്ന കാര്യമാണ്. അതാണ് ഈ റോഡ് വൈഡനിങ്ങും മറ്റേ പദ്ധതിയിലേക്കൊക്കെ പ്രധാനമായിട്ട് പോയത്. പക്ഷേ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുരുക്കം ചിലരാണ് ഇതിന് കേസ് കൊടുത്ത് തടസ്സപ്പെടുത്തുന്നത്. ഇവർ പറയുന്ന വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. പാർക്ക് ചെയ്ത് വാഹനങ്ങൾ, അതിനുള്ളൊരു പദ്ധതി പഞ്ചായത്ത് ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 2 കോടി രൂപ ഈ മാർക്കറ്റ് നവീകരണത്തിന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വരുന്ന ഒരു 1.5 വർഷത്തിനുള്ളിൽ ആ സംവിധാനം ഒരുക്കാനാണ് നമ്മൾ പ്രധാനമായും ശ്രമിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിലധികമായി പുതിയ തെരുവിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണങ്ങൾ ഇവിടെ വലിയ തോതിൽ ഗതാഗത കുരുക്കഴിക്കുന്നതിന് സഹായകമായി എന്ന് പറയുന്നവരാണ് ഏറെയും. MLA പറയുന്നതും അതുതന്നെയാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത്, വ്യാപാരികളെ വിശ്വാസത്തിലെടുത്ത് ദേശീയപാത 66 പൂർത്തിയാകുന്നതുവരെ ഇത്തരം പരിഷ്കരണങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് MLA വ്യക്തമാക്കുന്നത്. പുതിയ തെരുവിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.